വഴിയടച്ച് പാവങ്ങളെ വഴിയാധാരമാക്കിയിട്ട് പോരാഞ്ഞ് ആ പാർട്ടിയുടെ PB സഖ ഉളുപ്പില്ലാതെ ചോദിക്കലാണ്, അമ്മായിയമ്മയെ കാണാൻ റോട്ടിലുരുട്ടി സല്ലപിച്ച് നീയൊക്കെ കാറിൽ പോകുന്നത് എന്തിനാ? നടന്നങ്ങ് പൊക്കൂടെ? വെടിവെച്ച് കൊല്ലണം അതിനെ. അധികാരം തലക്കി പിടിച്ച അഹങ്കാരമല്ലെങ്കിൽ, പാവങ്ങളുടെ നെഞ്ചത്ത് കയറാമെന്ന ധിക്കാരമല്ലെങ്കിൽ, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാര വാഹനങ്ങളും ക്യാവൽക്കേടും പാഞ്ഞു പോകുന്ന എവിടെയെങ്കിലും അടച്ചുകെട്ടി ഇറങ്ങി നടക്കു വിജയ എന്ന് പറയാമോ നേതാവെ? മുട്ടുവിറയ്ക്കും. BN അസ്കർ ഇവിടെ പാവങ്ങൾ, സാധാരണ മനുഷ്യർ, സാധാരണക്കാർ നിരന്തരം ഉപയോഗിക്കുന്ന റോഡാണ്. ആ റോഡ് പകുതി കെട്ടിയടച്ച് സമ്മേളനം നടത്തുന്നു. കോടതി പിടിച്ചപ്പോഴെങ്കിലും ജോയ് പറഞ്ഞു ചെറിയ പിഴവ് സംഭവിച്ചു, തിരുത്തുന്നു. അതിനുശേഷവും വിജയരാഘവൻ പറയുന്നത് വഞ്ചിയൂരെ കാര്യമാണെങ്കിൽ പാർട്ടി പറഞ്ഞു കൊടുക്കേണ്ട വിജയരാഘവ, ആ പോകുന്ന മനുഷ്യർ സാധാരണക്കാരനല്ലാതെ വിജയരാഘവൻ പറയുന്ന പോലെ അമ്മായിയമ്മയ്ക്ക് വായു ഗുളിക വാങ്ങിക്കാൻ പോകുന്നവരല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? തിരുത്തണ്ട ഇനിയെങ്കിലും. ഹസ്കർ, എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഹാഷ്മി, ഇതിൽ കാണേണ്ടത് വഞ്ചിയൂര് ഏരിയ സമ്മേളനത്തിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ആ ഏരിയ കമ്മിറ്റിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയിടവും അവിടെ ഒരു പൊതുസമ്മേളനം നടത്തുന്നതിന്റെ ആവശ്യകതയുണ്ട് എങ്കിൽ പോലും ഒരു മൈതാനം കിട്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. അതിനൊന്നും ഇല്ലേ? BN അസ്കർ ഇവിടെ അവിടെ സ്ഥലമില്ലെന്നൊന്നും പറയല്ലേ സാറേ? എത്ര സ്ഥലം അവിടെ ഉണ്ട്? ആ ഏരിയയിൽ തന്നെ എത്ര സ്ഥലങ്ങളാണുള്ളത്? ശ്രീ BN അസ്കർ അവിടെ സ്ഥലമില്ലെന്ന് പറയരുത്. കാലഹരണപ്പെട്ട ഈ സ്ത്രീവിരുദ്ധ മനോഗതി മാറ്റ്. നമ്മുടെ സംഘടന ഒരു പുരോഗമന പ്രസ്ഥാനമാണ് സഖാവേ, അല്ലാതെ അധോഗമന പ്രസ്ഥാനമല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പാർട്ടി ഇതിനോടകം തന്നെ വിജയരാഘവനോട്? ഈ സമയം ഇത്രയായല്ലോ, ഏതെങ്കിലും പാർട്ടി ഏതാ തിരുത്തിയോ വിജയരാഘവനെ? ഇവൻ ശരിയല്ല. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളീയ സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കുടിലമായിട്ടുള്ള ഒരു ശ്രമമാണെന്ന് കൂടി എനിക്ക് പറയേണ്ടി വരും. കാരണം ചില സ്യൂഡോ പുരോഗമനവാദികളെന്ന് സ്വയം അഭിമാനിക്കുന്ന വിമർശകർ നിറഞ്ഞു നിന്നുകൊണ്ട് അവർ പറയുന്നത് കേരളീയ സമൂഹത്തെ ആകമാനം പുരോഗമനവൽക്കരിക്കുന്നതിനു വേണ്ടി അവനവനിലേക്ക് അവ ചുരുങ്ങിപ്പോകണമെന്ന് കരുതുന്നിടത്താണ് ആ അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഏറ്റവും ആപൽക്കരമായിട്ടുള്ള മുഖം വന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് പൊതുസമ്മേളനങ്ങൾ എന്ന് പറയുന്നത് പൊതു ഇടങ്ങളിൽ നടത്തപ്പെടേണ്ടതും ആണെന്ന ബോധം പോലും ഇല്ലാതെ നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുമായി നാം മുറികൾക്കുള്ളിൽ അടച്ചിട്ട് അവരവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി കരുതിയിരിക്കൂ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ആഹ്വാനമാണ് ഇവിടെ പ്രശ്നം. ഏറ്റവും തിരക്കുള്ള ഒരു റോഡ് അത് നേർപകുതിക്ക് കെട്ടിയടച്ച് അവിടെ നാടകവും കളിച്ച് ജനങ്ങളുടെ മണ്ടയ്ക്ക് കയറിയിട്ട് വേണോ ഈ സമ്മേളനം എന്നതാണ് ചോദ്യം. അതിന് അരാഷ്ട്രീയവൽക്കരണം എന്ന് വിളിക്കുന്നത് അത് ബുദ്ധിപൂർവ്വം വഴിതിരിച്ചുകൂടെ നോക്കുന്നതാണ്. നടക്കില്ലത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനല്ല ലക്ഷ്മി, ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ CPM സമ്മേളനത്തിലോ അല്ലെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ നാടക സംസ്കാരങ്ങൾ എന്തുകൊണ്ട് ഇല്ലാതായി പോകുന്നു? പൊതു ഇടങ്ങളിൽ നാടകങ്ങൾക്ക് സംവദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമയവും സാഹചര്യവും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് നാടകങ്ങൾ ഓഡിറ്റോറിയങ്ങൾക്കുള്ളിലേക്ക് ചുരുങ്ങി പോകുന്നത് കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ ബോധത്തിന് സംഭവിച്ചിട്ടുള്ള മാറ്റമുണ്ട്. കേരളത്തിൽ KPIC അടക്കം കേരളത്തിലെ കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങ് കരുതുന്നത് പോലെ അതൊരു ഓഡിറ്റോറിയത്തിനുള്ളിൽ നടത്തേണ്ടത് ആയിരുന്നില്ല. പൊതുസമ്മേളനം എപ്പോഴും നടത്തപ്പെടേണ്ടത് പൊതു ഇടങ്ങളിൽ തന്നെയാണ്. ഈ സ്യൂഡോ പുരോഗമനവാദികൾ ആകമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ പ്രതിഷേധങ്ങളും നിങ്ങളുടെ വർത്തമാനങ്ങളും മുറിക്കുള്ളിൽ മാത്രം അടച്ചിടുകയും പറ്റുമെങ്കിൽ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതൊക്കെ വെച്ചു വിളമ്പി ആളുകൾക്ക് മുന്നിലെത്തിക്കുകയും അതിൽ നിന്ന് നിങ്ങൾ രാഷ്ട്രീയ ഊർജം ഉൾക്കൊണ്ട് ജീവിതം ചുരുങ്ങി കഴിയുക എന്ന് പറയുന്ന ആഹ്വാനമാണ് ഇപ്പൊ നടക്കുന്നത്. അത് കാലഘട്ടത്തെ പിടിച്ചു കിട്ടുകയും നമ്മെ തിരിച്ചു വീണ്ടും നടത്താൻ ഉതകുന്നതുമാണ് എന്ന് ചരിത്രബോധമുള്ളവർക്ക് ആകപ്പാനം പറയാൻ കഴിയും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇവിടുത്തെ പ്രശ്നം എന്താ? സമ്മേളനം നടത്തുന്നതിന് വേണ്ടി, ഒരു പൊതുസമ്മേളനം നടത്തുന്നതിന് വേണ്ടി ഒരു റോഡ് അരികിൽ അങ്ങനെ ഒരു വേദി കെട്ടി. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അവിടെ അല്ലാതെ മറ്റൊരിടത്ത് കെട്ടാൻ കഴിയുമായിരുന്നില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പണി നിർത്തി സഖാക്കളെ മറ്റൊരു സ്ഥലത്തോട്ട് ഈ പന്തെടുത്തോണ്ട് പോ എന്ന് സുഖമായി പറയാം. ആ പന്തെടുത്തോണ്ട് പോകാൻ പറ്റിയ എണ്ണം പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞു തരാന്നേ. അവിടുത്തെ CPM ഇറങ്ങി ഞാൻ പറഞ്ഞു കൊടുക്കാം.
എണ്ണം പറഞ്ഞ സ്ഥലങ്ങൾ. ഏതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. വഞ്ചൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കപ്പെടുന്ന സമ്മേളനം ആ സമ്മേളനത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് നടത്തപ്പെടണം. CPM-ന്റെ ബാധ്യത ജനങ്ങളുടെ മണ്ടയ്ക്ക് വെക്കണം. അങ്ങനെയാണോ? വഞ്ചൂർ ഏരിയ സമ്മേളനത്തിന്റെ അധികാര പരിധിയിൽ വഞ്ചൂർ തന്നെ നടത്തണം, അതുകൊണ്ട് ജനം കഷ്ടപ്പെട്ടോട്ടെ എന്നാണോ? ആ ബുദ്ധിമുട്ടുകൾ പാർട്ടി കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി ഖേദം പ്രകടിപ്പിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി ഖേദം പ്രകടിപ്പിച്ചപ്പോഴാണ്, അത് കോടതി ഇടപെട്ടപ്പോഴാണല്ലേ? അന്ന് ആ യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, താങ്കൾ ഈ പറഞ്ഞ വാചകമാണ്. എന്താണ് മാധ്യമങ്ങളുടെ ഇവിടെ ഗോവിന്ദന്റെ വായിൽ എന്തെങ്കിലും വീഴുന്നു കേൾക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന കുറെ എണ്ണമുണ്ട് മാധ്യമങ്ങൾ. എന്തുകൊണ്ട് മാധ്യമങ്ങൾ എന്തോ ചെയ്തു, എന്തോ പാതകം ചെയ്തു എന്ന മട്ടിലാണ് ആ വേദിയിൽ പ്രസംഗിച്ചത് MP ഗോവിന്ദൻ. പലതും ചെയ്യും. കോടതി കണ്ടപ്പോൾ ജോയി തിരുത്തി. കോടതി കണ്ടിട്ടും തിരുത്താതെ വിജയരാഘവൻ ഇന്ന് എന്താണ് വൃത്തിയോട് പറയുകയും ചെയ്തു ഇന്നലെ. കോടതിയെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാരുള്ള പ്രസ്ഥാനം തന്നെയാണ് CPM. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് വിഷയദാരിദ്ര്യം മൂലം നിങ്ങളുടെ വിഷയം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം എപ്പോഴും CPM വിരുദ്ധത എങ്ങനെ പ്രചരിപ്പിക്കാം, അതൊരു നല്ല മാർക്കറ്റുള്ള ഒരു ചരക്കാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ CPM വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. വിജയരാഘവൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനവിരുദ്ധതയാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് CPM വിരുദ്ധതയല്ല, ജനവിരുദ്ധ ചോദ്യം ചതിയും ചെയ്യും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധി എന്നൊക്കെ പറയുന്ന മട്ടിൽ വഞ്ചിയൂർ എന്താണ് പാർട്ടി ഓഫീസ് പരിധിയിൽ തന്നെ ഏരിയ പരിധിയിൽ തന്നെ നടത്തണം. അപ്പൊ അതിന് സ്ഥലം കണ്ടെത്തണം. അതെന്തിനാണ് ജനങ്ങളുടെ തലയിൽ മണ്ടക്കി വെക്കുന്നത്? ശ്രീ അസ്കർ, പോട്ടെ, നിങ്ങൾ നടത്തി, നിങ്ങൾ ആ രാഷ്ട്രം കാണിച്ചു, അത് കോടതി ജപിക്ക് പിടിച്ചില്ലേ? ആവർത്തിക്കാവോ? അല്ല, ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ഒന്ന്, പാർട്ടി സമ്മേളനങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 കൊല്ലത്തിലൊരിക്കൽ സമ്മേളനം കൂടുകയും ആ സമ്മേളനത്തിൽ ജനങ്ങളുമായി സംവദിക്കുന്നതിനാണ് പൊതുസമ്മേളനം എന്ന ആശയം പാർട്ടി നടത്തുന്നത്. അപ്പോൾ ആ പൊതുസമ്മേളനത്തിൽ സ്വാഭാവികമായി നമുക്ക് മറ്റൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരുപക്ഷെ അങ്ങനെ പൊതുസമ്മേളനത്തിന്റെ നടത്തിയിട്ടുള്ളത് ആ പ്രധാനപ്പെട്ട റോഡ് പകുതി അടച്ചു കെട്ടി തലേദിവസം മുതൽ എന്താണ് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി, അന്ന് രാത്രി മൊത്തം അവിടെ KPSCയുടെ നാടകവും കളിച്ച് ജനത്തെ മുഴുവൻ കഷ്ടപ്പെടുത്തി, അതിന് പോലീസുകാർ ഓശാന പാടി ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് പരമമായ നിയമലംഘനം നടത്തിയിട്ട് പിന്നെയും ന്യായീകരിക്കലാണോ? അങ്ങടക്കം അങ്ങയുടെ പാർട്ടി PB അംഗം വിജയരാഘവൻ അടക്കം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചിലരും കൂടി ചേർന്നിട്ട് ഏതു തെറ്റിനെയും വക്രീകരിച്ച് അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരികയും എങ്ങനെയൊക്കെ CPM വിരുദ്ധത പ്രചരിപ്പിക്കാമെന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അദ്ദേഹം നടത്തിയിട്ടുള്ളത് ദുർബല ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുകയും അതിനെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ചും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും വർത്തമാനം പറയുകയാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്വം വൈദേഹം റിസോർട്ടിൽ ഇടപാടുള്ള EP ജയരാജനുള്ളപ്പോൾ എന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ല. എന്തിനാണ് ഈ പറയുന്ന കരിമണൽ മുതലാളി മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത ഇത്രയും കോടികൾ എന്ന കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പാവങ്ങളാര് പണക്കാരാര് എന്ന വിഷയം അവിടെ നിൽക്കട്ടെ. ഹസ്കർ ഇവിടെ പ്രശ്നം പരമമായ നിയമലംഘനം നടത്തി, അത് കോടതി കണ്ടുപിടിച്ചു, കോടതി ഇടപെട്ടു, SHOയെ അടക്കം നിർത്തിപ്പൊരിച്ചു, DGPയോട് വിശദീകരണം ആരാഞ്ഞു. ഇത്രയും കോടതി ഇടപെട്ട വിഷയത്തിൽ വിജയരാഘവൻ എന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്തിനാ കാർ ഇറങ്ങി നടന്നുകൂടെ? പണ്ട് നമ്മൾ കാറിലല്ലേ പോയത് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഞങ്ങൾ ഇനിയും തോന്നിയെടുത്ത് തോന്നിയ പോലെ വഴിയടച്ച് സമ്മേളനം നടത്തും, നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നു ഓടാ എന്നാ പറഞ്ഞതിന് മലയാളം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹാഷ്മി, അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം നമുക്ക് പറ്റുന്ന തെറ്റുകളെ ഏറ്റുപറയുകയും ആ തെറ്റുകൾ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഹൃദയവിശാലത ഉണ്ടാവുകയും ചെയ്യുകയാണെന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യമായി ജനങ്ങൾ കാണുക. അങ്ങനെ തെറ്റു തിരുത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല ഒരു സാമൂഹിക വിഷയം കൂടി അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. റോഡുകളുടെ വികസനത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ നേടുകയും ആ ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അവിടെ ഏതു വീട്ടിലും ഒന്നിലധികം കാറുകളുള്ള ആളുകൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ പോലും ഈ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തിലേക്ക് ഇറക്കുന്നതിന് ആവശ്യമായ
ഒരു ദിവസം മൊത്തത്തിൽ നാടിനെ കഷ്ടപ്പെടുത്തിയ, അവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയ, അവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ച ആ പരിപാടി നടത്തിയിട്ട് അവിടെ വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നങ്ങൾക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഈ ഗതാഗത പ്രശ്നം? ആ ഗതാഗത പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം അവിടെ ഈ റോഡ് അടച്ചു കെട്ടി സമ്മേളനം നടത്തിയതുകൊണ്ടല്ല, വണ്ടികൾ റോഡിൽ ഇറങ്ങിയത് കൊണ്ടാണ്. എന്താ ഉറക്കം വരുന്നു. ഇന്ന് സഖാവ് എ വിജയരാഘവൻ പറയുകയാണ്, അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? റോഡ് കെട്ടിയതല്ല പ്രശ്നം, വാഹനങ്ങൾ റോഡിലിറങ്ങിയതാണ് പ്രശ്നം. വാഹനങ്ങൾ റോഡിലിറങ്ങിയില്ലായിരുന്നെങ്കിൽ ട്രാഫിക് ജാം ഉണ്ടാവില്ല. ശരിയല്ലേ ജിൻഡോ? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? അല്ല, ശരിയാണ്. കാരണം കേരളം ഭരിക്കുന്ന രാജാവിന്റെ അണികൾ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുമല്ലോ. ഇവിടെ ഹസ്കർ പറഞ്ഞൊരു വാദമുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം മുഴുവൻ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. MLA-മാരുടെ നേതൃത്വത്തിൽ റോഡിന്റെ നടുവിൽ സ്റ്റേജ് കെട്ടി ഇവർ സമ്മേളനം നടത്തി, അതിനുശേഷം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം നടത്തി ഏകദേശം 24 മണിക്കൂർ നേരത്തേക്ക് സാധാരണ മനുഷ്യരെ റോഡിന്റെ ഓരത്തേക്ക് പാർശ്വവൽക്കരിച്ച പരിപാടി ഏതായാലും നല്ല പരിപാടിയാണല്ലോ. അല്ലല്ലോ, ഇതൊരു സമര പരിപാടി അല്ലല്ലോ. ഭരിക്കുന്ന പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം അത് നാട്ടുകാരൻ നെഞ്ചത്ത് നടത്തുകയാണ്, കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെ കൺമുൻപിൽ നടത്തുകയാണ്. ആർക്കും ഒരു ആക്ഷേപമില്ല. എന്നിട്ട് പറയാണ് പാവപ്പെട്ടവർ ഇങ്ങനെ സമ്മേളനം നടത്തുന്നു. ഏത് പാവപ്പെട്ടവരാ? ഇന്നോവ കാറിൽ പാഞ്ഞു വന്ന് പാവപ്പെട്ടവർ സമ്മേളനം നടത്തുമ്പോൾ പണക്കാരായിട്ടുള്ള സ്കൂട്ടർ യാത്രികർ, പ്രസവത്തിന് ശേഷം ആശുപത്രി വിട്ടുവരുന്ന ആ പണക്കാരായിട്ടുള്ള ആളുകൾ, അവര് സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും പോകുന്ന ആ മുന്തിയ പണക്കാരുണ്ടല്ലോ, അതിസമ്പന്നർ, അവർ റോഡിന്റെ ഓരം ചേർന്ന് പോകണമെന്നാണ് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുന്നത്. നവകേരള സദസ്സിന്റെ യാത്ര നമുക്ക് ഓർമ്മയില്ലേ? അന്ന് ഇവർ പറഞ്ഞത് ഈ ബസ് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മന്ത്രിമാരുടെ വാഹനങ്ങൾ ഒഴിവാക്കാനെന്നാ. എന്നിട്ട് ഈ ബസ് 1,05,00,000 ബസ് കൊണ്ടുവരുന്നു, അതിന് പുറകെ മറ്റൊരു KSRTC ബസ് കാലിയായിട്ട് ഓടുന്നു. അതിനുശേഷം മന്ത്രിമാരുടെ മുഴുവൻ വാഹനങ്ങളും അവരുടെ ലഗേജിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഓടിക്കുന്നു. ഒരു മര്യാദ വേണ്ട. ഇത് ഏത് അമ്മായിയമ്മയ്ക്ക് ഗുളിക മേടിക്കാൻ പോയതാണെന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ആർക്ക് എത്രത്തോളം ഗുണം കിട്ടിയെന്ന് ആലോചിക്കേണ്ടതാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഹാഷ്മി, നടന്നു പോകണം എന്നൊക്കെയല്ലേ പറയുന്നത് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർ? 2 സ്റ്റെപ്പുള്ള നവകേരള ബസ്സിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പൊങ്ങി കയറിയത് അല്ലേ? 2 നിലയുള്ള ക്ലിഫ് ഹൗസിൽ 25 ലക്ഷത്തിന്റെ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് എന്താ നടന്നാൽ 2 സ്റ്റെപ്പ് എടുത്തു വെക്കാൻ മുഖ്യമന്ത്രിക്ക് ശേഷിയില്ലേ? അത്രയ്ക്ക് അനാരോഗ്യമായിട്ടാണെങ്കിൽ മറ്റാളുകളിലെ CPM-ൽ അവർക്ക് ചാർജ് കൊടുക്കണം. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പാവപ്പെട്ട മനുഷ്യരോട് നിങ്ങൾ പൊതുവഴിയിൽ നടന്നു പോകണം. പക്ഷെ ഞങ്ങൾ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരടക്കം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം റോഡ് കയ്യേറി സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ പാർശ്വം പറ്റി നടക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമല്ല. കഷ്ടമാണ്. എന്തായാലും ഈ പറയുന്ന അമ്മായിമ്മയെ കാണാൻ പോണോ, അമ്മായിപ്പനെ കാണാൻ പോണോ എന്നൊക്കെ പോകുന്നവർ തീരുമാനിക്കും. കാറിനുള്ളിൽ സല്ലപിക്കണോ കരഞ്ഞോണ്ടിരിക്കണോ എന്ന് അവർ തീരുമാനിക്കും. ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറം ഇത്തരത്തിൽ പറയുന്ന സ്ത്രീവിരുദ്ധകൾ, വാവിട്ട വാക്കുകൾ, ഈ അമ്മായിയമ്മ പോലെയുള്ള ഡയലോഗുകൾ ഒരുപക്ഷെ അവിടെ മുന്നിലിരിക്കുന്ന കുറച്ച് പേർ കൈയടിച്ചെങ്കിലും പുതിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവർക്കുണ്ടാക്കുന്നത് ആവേശമല്ല, ക്ഷമിക്കണം ആ വാക്ക് പറയുന്നത്, അവർക്കുണ്ടാകുന്നത് ഓക്കാനമാണ്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.